നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസിനെ കുറിച്ചും പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ടെക്നിക്സിനെ കുറിച്ചുമൊക്കെ നന്നായിട്ട് പഠിച്ചതാണ്. സോ വി were dealing with the different methods which are used in plant breeding for developing new varieties. I think you all have done your assignments. അപ്പോൾ തന്നെ എവിടെയാണ് ഈ റിസർച്ച് സെൻറ്ററുകളിൽ എന്തൊക്കെയാണ് നടക്കുക, ഏതൊക്കെയാണ് നമുക്ക് ഇന്ത്യയിലും എബ്രോഡുമുള്ള റിസർച്ച് സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനും അവിടെ നടക്കുന്ന റിസർച്ച് വർക്കുകൾ എന്തൊക്കെയാണെന്ന് ചെയ്യാനുമായിരുന്നു ഞാൻ അസൈൻമെൻറ്റ് നൽകിയിരുന്നത്. ഒരുപക്ഷെ എല്ലാവരും തന്നെ ഇപ്പോൾ റിസർച്ച് സ്റ്റേഷൻസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് നിലവിൽ ഇത്തരം റിസർച്ച് സെൻറ്ററുകളിൽ ഡെവലപ്പ് ചെയ്ത് വന്ന, നമുക്കറിയാം ഒരു ടീഡിയസ് പ്രോസസ്സാണത് ഒരു പുതിയ ഹൈബ്രിഡ് വെറൈറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്ന വളരെ പ്രചാരത്തിൽ ഇന്ന് നമുക്കുള്ള ചില ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഒന്ന് പരിചയപ്പെടാം. ഈസിലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ചെടികളിലാണ് പുതിയ ഇനങ്ങൾ അല്ലെങ്കിൽ ന്യൂ വെറൈറ്റീസ് ധാരാളമായിട്ടുള്ളത്. ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നന്നായി പഠിച്ചതാണ്. നിങ്ങളുടെ അസൈൻമെൻറ്റിൽ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ പറഞ്ഞിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് 1960s ലോകത്ത് സെമി ഡ്വാർഫ് വെറൈറ്റീസിലുള്ള വീറ്റ്സ്, ന്യൂ ഹൈബ്രിഡ് വെറൈറ്റീസ്, ദേ വെയർ സെമി ഡ്വാർഫ് വെറൈറ്റീസ് ആൻഡ് വെയർ ഹൈ ബെറ്റർ ഈൽഡിങ്, അത്തരത്തിലുള്ള വീറ്റ് വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അഗ്രികൾച്ചർ മേഖലയിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഇന്ത്യയിൽ 1960s മുതൽ 2000 വരെയുള്ള അഗ്രികൾച്ചറൽ അനാലിസിസ് നടത്തി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് there was a drastic change in the production of wheat and rice in India. 11 million tons ആയിരുന്ന പ്രൊഡക്ഷൻ by 2000 it has increased up to 75 million tons. And in the case of rice, the production was around 35 million tons in 1960s, while it increased to around 89.5 million tons by 2000. ഈ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഈ ചേഞ്ചിന് കാരണമായത് ഇറ്റ് വാസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ ഹൈബ്രിഡ് വെറൈറ്റീസ്. ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് മെക്സിക്കോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത, നോർമൻ ബെർലോഗ് മെക്സിക്കോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെമി ഡ്വാർഫ് വെറൈറ്റീസിൻ്റെ ഡെറിവേറ്റീവ്സ്, അതായത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഫീൽഡുകളിൽ അനുയോജ്യമായിട്ട് അവയെ മോഡിഫൈ ചെയ്ത് ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ അനുയോജ്യമായിട്ട് അവയെ മാറ്റിയെടുത്തിട്ട് 1963 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സെമി ഡ്വാർഫ് വെറൈറ്റീസ് ഓഫ് വീറ്റ്, സൊണാലിക ആൻഡ് കല്യാൺ സോണ. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇത്തരത്തിലുള്ള സെമി ഡ്വാർഫ് വെറൈറ്റീസാണ് ഇന്ത്യയിലെ ഈ വീറ്റ് പ്രൊഡക്ഷനിൽ, ഇന്ത്യയിലെ വീറ്റ് ഗ്രോയിങ് ബെൽറ്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ അഗ്രികൾച്ചർ ഫീൽഡിലെ ഈ വീറ്റ് പ്രൊഡക്ഷനിൽ ഇത്രയേറെ മാറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല റൈസ് പ്രൊഡക്ഷനിലാണ്. അരി നമുക്കറിയാം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. റൈസ് വെറൈറ്റീസിൻ്റെ കേസിൽ പറയുമ്പോൾ, so IR8 is a semi-dwarf variety of rice developed in the International Rice Research Institute, that is IRRI in Philippines. എങ്ങനെയാണ് ഈ IR8 അവർ ഡെവലപ്പ് ചെയ്തത്, ഫിലിപ്പൈൻസിൽ എങ്ങനെയാണ് IR8 വെറൈറ്റി ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ, ഹൈ ഈൽഡിങ് റൈസ് വെറൈറ്റി ഫ്രം ഇന്തോനേഷ്യയിൽ കൾട്ടിവേറ്റ് ചെയ്തു വന്നിരുന്ന വളരെ ഉൽപ്പാദനശേഷി കൂടിയ ഒരു ഹൈ ഈൽഡിങ് വെറൈറ്റി റൈസിനെയും തായ്വാനിൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന വളരെ ഡ്വാർഫായിട്ടുള്ള വളരെ പൊക്കം കുറഞ്ഞ ഇനം ഒരു റൈസുമായിട്ട് ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് IR8. തായ്വാനിൽ ഡെവലപ്പ് ചെയ്ത മറ്റൊരു വെറൈറ്റിയാണ് തായ്ചുങ് നേറ്റീവ് 1 എന്ന TN1 എന്ന സെമി ഡ്വാർഫ് വെറൈറ്റി റൈസ്. ഈ രണ്ട് റൈസുകളുടെയും കോമ്പിനേഷനായിട്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കുകയും അവ ഇന്ത്യയിലേക്ക് 1966 ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തത് ഇന്ത്യയിൽ റൈസ് ഉൽപ്പാദനത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന് കാരണമായി. അപ്പോൾ സെമി ഡ്വാർഫ് വെറൈറ്റീസ് ആൻഡ് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്, ദേ മെയ്ഡ് ദിസ് ചേഞ്ച് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് റൈസ്, ജയ ആൻഡ് രത്ന,
ജയ അരി എല്ലാവർക്കും തന്നെ സുപരിചിതമായിരിക്കും. ജയ രത്ന എന്ന 2 ഹൈബ്രിഡ് വെറൈറ്റി റൈസസ് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ റിസർച്ച് സെൻറ്ററുകളിൽ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ ഷുഗർ കെയിനിൻ്റെ കേസ് എടുത്താലോ. നോർത്ത് ഇന്ത്യയിലാണ് ഷുഗർ കെയിൻ കൂടുതലായിട്ടും കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ നോർത്ത് ഇന്ത്യൻ കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമായിരുന്നു അവിടെ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സക്കാരം ബാർബറി എന്ന ഷുഗർ കെയിൻ സ്പീഷീസ്. വളരെ തിൻ സ്റ്റെമ്മോട് കൂടിയതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഷുഗർ കെയിനിൽ ദ ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ സ്റ്റെം. സോ സ്റ്റെമ്മിൻ്റെ കട്ടി കുറയുന്നതനുസരിച്ച് അവിടുത്തെ ഷുഗറിൻ്റെ കണ്ടൻറ്റ് കുറയും. അപ്പോൾ അത്തരത്തിൽ തിൻ സ്റ്റെമ്മുള്ള ലോ ഈൽഡിംഗ് ആയിട്ടുള്ള സക്കാരം ബാർബറിയാണ് നോർത്ത് ഇന്ത്യൻ ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ സൗത്ത് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സക്കാരം ഒഫിഷ്യനാരം എന്ന ഇനം, ദേ ഹാവ് തിക്ക് സ്റ്റെം, വളരെ കട്ടിയുള്ള സ്റ്റെമ്മുണ്ട്. ഷുഗർ കണ്ടൻറ്റ് വളരെ കൂടുതലായിരുന്നു. ദേ ഹാവ് ഹൈ ഷുഗർ കണ്ടൻറ്റ്. പക്ഷേ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സക്കാരം ഒഫിഷ്യനാരം ഇസ് നോട്ട് അഡാപ്റ്റഡ് ടു കൾട്ടിവേറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടീഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാത്തതായിരുന്നു ഈ പറഞ്ഞ സക്കാരം ഒഫിഷ്യനാരം എന്ന സൗത്ത് ഇന്ത്യയിൽ വളരെ കൂടുതൽ ഈൽഡ് നൽകിക്കൊണ്ടിരുന്ന കരിമ്പ്. സോ ദ ഷുഗർ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കോയമ്പത്തൂർ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സക്കാരം ഒഫിഷ്യനാരം എന്ന സൗത്ത് ഇന്ത്യൻ സ്പീഷീസ് they cross hybridize it with Saccharum barbari. You know, they both are different species. അവിടെ ഒരു ഇൻഡോ-സ്പെസിഫിക് ഹൈബ്രിഡ് ലഭിച്ചു. That is a breed between Saccharum officinarum and Saccharum barbari. ഈ ലഭിച്ച ഇൻഡോ-സ്പെസിഫിക് ഹൈബ്രിഡ് it had the qualities of Saccharum officinarum, that is high yielding, thick stem, high yielding. Not only that, they have high sugar content. The main advantage was that it was well adapted to cultivate in North Indian fields. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വളരെ നന്നായിട്ട് വളരുന്ന വളരെ കട്ടി കൂടിയ സ്റ്റെമ്മോട് കൂടിയ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു ഹൈബ്രിഡ് വെറൈറ്റിയെ ഈ 2 സക്കാരം ഒഫിഷ്യനാരം ആൻഡ് സക്കാരം ബാർബറി ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്യുന്നത് വഴി ലഭ്യമായത് ഷുഗർ കെയിൻ മേഖലയിൽ വലിയൊരു വളർച്ചയ്ക്ക് കാരണമായി. മില്ലറ്റ്സ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ചെറുധാന്യങ്ങളുടെ വിഭാഗത്തിൽ വരുന്ന മെയ്സ്, നിങ്ങൾക്കറിയാം ചോളത്തിന് ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്. മറ്റൊന്നാണ് അരിച്ചോളം എന്നറിയപ്പെടുന്ന ജോവർ, ബജ്ര, പേൾ മില്ലറ്റ്സിൻ്റെ വിഭാഗത്തിൽ വരുന്ന പേൾ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന ബജ്ര. ഇത്തരത്തിൽ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ചെറുധാന്യങ്ങൾക്കൊക്കെ തന്നെ മില്ലറ്റ്സിനെല്ലാം തന്നെ ധാരാളം ഹൈബ്രിഡ് വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇന്ത്യയിലെ പല റിസർച്ച് സെൻറ്ററുകളിൽ നിന്നായിട്ട് പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. യു മേ ട്രൈ ടു കളക്ട് ദ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട്സ് ആൻഡ് ട്രൈ ടു പ്ലാന്റ് ഇറ്റ് ഇൻ യുവർ ഗാർഡൻ. നിങ്ങൾ ഇതുപോലുള്ള മുന്തിയ ഇനങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടിയ വ്യത്യസ്ത ഇനം സസ്യങ്ങളെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സാധാരണ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ അവയും വളർത്താൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്, നിലവിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഇനങ്ങളിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഇത്തരം ഹൈബ്രിഡ് ഇനങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, എപ്പോഴും ഡിസയേർഡ് ക്യാരക്ടേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഹൈബ്രിഡ്സിനെ റേസ് ചെയ്യുക. നിലവിലുള്ള പാരൻസിൽ നിന്നും സുപ്പീരിയർ ആയിട്ടുള്ളൊരു ക്യാരക്ടറുള്ള ചെടി നമ്മുടെ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടങ്ങളിൽ പോലും നമുക്ക് എന്നും ഭീഷണിയായിട്ട് നിൽക്കുന്നത് കൂടുതൽ വിളവ് കിട്ടുന്നില്ല എന്നുള്ളതല്ല. അതിനേക്കാൾ നമ്മളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഇവയെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകളാണ്. അപ്പോൾ നമ്മൾ വലിയ രീതിയിൽ ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഡിസീസ് റെസിസ്റ്റീവായിട്ടുള്ള ചെടി കിട്ടിയില്ല എങ്കിൽ അവരെന്തിനെ ആശ്രയിക്കേണ്ടി വരും? ഇത്തരം രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളെ ലഭ്യമായില്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും കെമിക്കൽസിനെ, ബാക്ടീരിയോസൈഡ്സോ അല്ലെങ്കിൽ ഫംജിസൈഡ്സോ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതൊഴിവാക്കാനായിട്ട് എന്താണ് ബെറ്റർ ഒരു മാർഗം എന്താണ്? ഹൈബ്രിഡ് വെറൈറ്റീസിൽ പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകളെ ഓവർകം ചെയ്യാൻ കഴിയുന്ന സസ്യങ്ങളെ ഉണ്ടാക്കുക എന്നതാണ് ഈ ഡിസീസ് റെസിസ്റ്റീവായിട്ടുള്ള പ്ലാന്റ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും.
എങ്ങനെയായിരിക്കും ഡിസീസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നറിയുന്നതിന് മുമ്പ് സസ്യങ്ങളെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണ്? So what are the causative organisms which are responsible for this type of diseases in plants? How are they transmitted? ഒരു രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു രോഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ രോഗം പകരുന്നത്. ഇതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സസ്യരോഗങ്ങൾക്ക് ഒരു പരിഹാരമുള്ള സസ്യങ്ങളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. സോ ലെറ്റ് us now look on some of the plant diseases. Plant diseases are mainly, the pathogens which are responsible for plant diseases are mainly fungi, bacteria and viruses. നമ്മുടെ മനുഷ്യരിലെ നിന്ന് പോലെ തന്നെ പ്ലാന്റ് ഡിസീസസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരും ആരൊക്കെ തന്നെയാവും? ഫംഗസ് ആവാം, ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ വൈറസ് ആവാം. ഇനി നമുക്ക് സസ്യങ്ങളിലെ ചില ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ നോക്കൂ. ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്, ഗോതമ്പിലുണ്ടാകുന്ന ബ്രൗൺ റസ്റ്റ് രോഗം. റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ, കരിമ്പിനുണ്ടാകുന്ന റെഡ് റോട്ട് രോഗം. ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങിലുണ്ടാകുന്ന ലേറ്റ് ബ്ലൈറ്റ് രോഗം. ഇതെല്ലാം ഉണ്ടാകുന്നതിന് കാരണക്കാർ ഫംഗസ് എന്ന ജീവികളാണ്. ഫംഗസ് ആണ് ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്, red rot of sugar cane, late blight of potato. These are all fungal diseases. Black rot of crucifers. Crucifers എന്ന ഗ്രൂപ്പിൻ്റെ ആ സസ്യവിഭാഗത്തിന് ഉണ്ടാകുന്ന ബ്ലാക്ക് റോട്ട് ഡിസീസിന് കാരണം ബാക്ടീരിയകളാണ്. ടൊബാക്കോ മൊസൈക്ക് ആൻഡ് ടേർണിപ്പ് മൊസൈക്ക്. ടേർണിപ്പിൽ ഉണ്ടാകുന്ന മൊസൈക്ക് രോഗം, പുകയിലയിൽ ഉണ്ടാകുന്ന മൊസൈക്ക് രോഗം, ഇതിനെല്ലാം കാരണം വൈറസുകളാണ്. So we have seen the pathogens which are responsible for diseases in plants. They are fungus, bacteria and virus. ഇത്തരം ഫംഗസ് രോഗങ്ങളും ബാക്ടീരിയൽ രോഗങ്ങളും വൈറസ് രോഗങ്ങളും ഒക്കെ സസ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കെമിക്കൽസിനെ ആശ്രയിച്ചിട്ടാണ് ഇവയെ തുരത്തുന്നത്. ഇനി ഇത്തരം അസുഖങ്ങൾ ബാധിക്കാത്ത അല്ലെങ്കിൽ ഈ പാത്തജൻസിന് ആക്രമിക്കാൻ സാധിക്കാത്ത സസ്യങ്ങൾ ഉണ്ടാക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? സോ വി ക്യാൻ produce hybrids through plant breeding techniques. The resistance of the host plant is the ability to prevent the pathogen from causing disease, and it is mainly determined by the gene constitution of the host plant. ആതിഥേയ സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏത് സസ്യത്തെയാണോ ഈ ജീവികൾ ആക്രമിക്കുന്നത് ആ സസ്യത്തിൻ്റെ ജനിതക ഘടനയെ ആശ്രയിച്ചിരിക്കും അതിനെ പ്രതിരോധിക്കാനുള്ള ചെടിയുടെ കഴിവ്. ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡാണ് ഡിസീസ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? വൺ ഇസ് ദ കൺവെൻഷണൽ മെത്തേഡ്. കൺവെൻഷണൽ മെത്തേഡ് എന്താണ് എന്ന് അറിയാം നിങ്ങൾക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് പഠിച്ചതാണ്. മറ്റൊന്ന് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ആണ്. ഇനി സെലക്ഷൻ എമംഗ് സോമക്ലോണൽ വേരിയൻസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇങ്ങനെ വ്യത്യസ്തമായ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കുകളിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. കൺവെൻഷണൽ മെത്തേഡ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സിൻ്റെ സ്റ്റെപ്സ് ഒന്നുകൂടെ നമ്മൾ റീകളക്ട് ചെയ്യുകയാണ്. എന്താണ് നമ്മൾ ഒരു നോർമൽ ഹൈബ്രിഡിനെ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ആ സ്റ്റെപ്പുകൾ, പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമതായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? സ്ക്രീനിങ് ജേം പ്ലാസം ഫോർ റെസിസ്റ്റൻറ്റ് സോഴ്സ് അല്ലേ. നമ്മൾ ജേം പ്ലാസം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള ജേം പ്ലാസം മുഴുവൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചെടികളെ ആ ജേം പ്ലാസത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുക എന്നതാണ് ഒന്നാമത്തെ ഘട്ടം. അത്തരത്തിൽ 2 പാരൻസിനെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ, അതായത് ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന പാരൻസിനെ ലഭ്യമായി കഴിഞ്ഞാൽ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ സെലക്റ്റഡ് പാരൻസ്. ഈ പാരൻസിനെ എന്ത് ചെയ്യണം? ഹൈബ്രിഡൈസ് ചെയ്യണം. നോർമലി ആ പാരൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരെണ്ണത്തിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഒന്ന് മെയിൽ പാരൻറ്റും മറ്റൊന്ന് ഫീമെയിൽ പാരൻറ്റുമായിട്ടാണ് സെലക്ട് ചെയ്യുക. അവരെ ഹൈബ്രിഡൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ എന്തിലേക്ക് പോകുന്നു? സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ ഹൈബ്രിഡ്സ്. നമ്മൾ സെലക്ട് ചെയ്ത് ഹൈബ്രിഡൈസ് ചെയ്തതിൽ നിന്നും ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ളത് അതിനെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക. ബാക്കിയുള്ളത് ഇൻഫീരിയർ
ട്രേറ്റ്സ് ഉള്ളതിനെയെല്ലാം നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. നമുക്ക് അനുയോജ്യമായത്, അതായത് എന്തുദ്ദേശിച്ചാണോ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തിയത്, ആ കിട്ടിയ സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ളതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. പല ഫീൽഡുകളിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. സെൽഫ് ക്രോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെൽഫ് പോളിനേറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ച് പുതിയ ഹോമോസൈഗസ് ആയിട്ടുള്ള പ്യുവർ ലൈൻസിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ടെസ്റ്റിംഗ് ആൻഡ് റിലീസ് ഓഫ് ന്യൂ വെറൈറ്റീസ്. പുതിയൊരു പേരിട്ട് പുതിയ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യുന്നു. ഇതാണ് കൺവെൻഷണൽ മെത്തേഡ്. ഇത്തരത്തിൽ ജേം പ്ലാസത്തിൽ ഡിസീസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണെങ്കിൽ കൺവെൻഷണൽ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ പ്രൊഡ്യൂസ് ഡിസീസ് റെസിസ്റ്റൻറ്റ് ഹൈബ്രിഡ്സ് വിച്ച് ആർ normally adapted to cultivate in our fields. So this is the conventional method. ഇനി നമുക്ക് ഈ ടേബിൾ ഒന്ന് കണ്ടു നോക്കാം. ഈ ടേബിളിൽ സൂചിപ്പിക്കുന്നത് ചില പ്രത്യേകതരം ക്രോപ്പുകൾ, അവയുടെ വെറൈറ്റീസ്, ഡിസീസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള വെറൈറ്റീസ്, അവ ഏത് ഡിസീസിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഈ ടേബിൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. നോക്കൂ, ആദ്യത്തെ ക്രോപ്പ് വീറ്റാണ്. വീറ്റ് ഗോതമ്പ്. അവയുടെ വെറൈറ്റിയാണ് ഹിംഗ്രി. ഏത് ഡിസീസിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ്, ഹിൽ ബണ്ട്. ഹിംഗ്രി എന്ന് പറയുന്ന വെറൈറ്റി ദേ ആർ റെസിസ്റ്റീവ് ടു ദ ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ് ആൻഡ് ഹിൽ ബണ്ട് ഡിസീസ് ഓഫ് വീറ്റ്. വീറ്റിൽ സാധാരണ കാണുന്ന ഈ അസുഖങ്ങൾക്ക് റെസിസ്റ്റീവ് ആണവ. രണ്ടാമത്തെ ക്രോപ്പ് ബ്രാസിക്ക, കടുകാണ് ചെടി. പ്യൂസ സ്വർണിം എന്ന വെറൈറ്റിയാണ്. ദാറ്റ് ഈസ് റെസിസ്റ്റീവ് ടു ദ ഡിസീസ് വൈറ്റ് റസ്റ്റ് ഡിസീസ് ഓഫ് ബ്രസീക്ക ചെടിയെ ബാധിക്കുന്ന വൈറ്റ് റസ്റ്റ് ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് പ്യൂസ സ്വർണിം. ആൻഡ് ദ തേർഡ് വൺ ഇസ് കോളിഫ്ലവർ. There are two varieties. One is Pusa subra and the other is Pusa snowball K1. Pusa subra, it is resistive to the disease black rot and curled blight back rot. ഈ രണ്ട് ഡിസീസുകളെയും റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഇനങ്ങളാണ് പ്യൂസ സുബ്ര ആൻഡ് പ്യൂസ സ്നോബോൾ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് കൗപ്പി, പയറാണ്. പ്യൂസ കോമൾ എന്ന ഈ വെറൈറ്റിക്ക് ബാക്ടീരിയൽ ബ്ലൈറ്റ്, കൗപ്പിയിലുണ്ടാകുന്ന ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്ന ഡിസീസിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ചില്ലി. ചില്ലി നിങ്ങൾക്കറിയാം, മുളകാണ്. പ്യൂസ സാദാ ബഹാർ എന്ന ചില്ലിയുടെ വെറൈറ്റി ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ചില്ലി മൊസൈക്ക് വൈറസ്, ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആൻഡ് ലീഫ് കേൾ. ചില്ലി എന്ന മുളക് ചെടികളെ ആക്രമിക്കുന്ന ഇത്തരം രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് പ്യൂസ സാദാ ബഹാർ എന്ന ഈ വെറൈറ്റി. നോക്കൂ, ഈ ടേബിളിൽ നിങ്ങൾ കണ്ട ഈ ചെടികളുടെ അല്ലെങ്കിൽ ഈ വെറൈറ്റീസിൻ്റെയൊക്കെ പേരിനൊരു പ്രത്യേകതയുണ്ടല്ലേ? എന്താണ് ഇവരുടെയൊക്കെ പേരുകളിൽ പ്യൂസ എന്നൊരു വാക്ക്? ഓരോ ചെടിക്കും പേരിടുന്നതിനും ഓരോ ഹൈബ്രിഡ് വെറൈറ്റിക്കും പേരിടുന്നതിനുമൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്തായാലും എന്തുകൊണ്ടായിരിക്കും ഈ വെറൈറ്റികൾക്കൊക്കെ നമ്മൾ കണ്ടു ഇതെല്ലാം വ്യത്യസ്ത, ബ്രസീക്ക, കോളിഫ്ലവർ, കൗപ്പി, ചില്ലി വ്യത്യസ്ത സസ്യങ്ങളാണ്. പക്ഷെ അവയുടെയൊക്കെ വെറൈറ്റിയുടെ പേര് വന്നപ്പോൾ കോമൺ ആയിട്ടൊരു പേരുണ്ട്, പ്യൂസ. എന്തായിരിക്കും ഇങ്ങനെ പേരിടാനുള്ള കാരണം? ഇത് കണ്ടുപിടിക്കണം നിങ്ങൾ. എന്തുകൊണ്ടായിരിക്കാം ഇവയ്ക്ക് ഇങ്ങനെ ഒരു പേര്? സോ എന്താണ് ഈ കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ലിമിറ്റേഷൻ? So let us see, is there any limitations in the conventional method? ഇവിടെ ജേം പ്ലാസം ഇവാലുവേറ്റ് ചെയ്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, പാരൻസിനെ സെലക്ട് ചെയ്യുന്നത്. അവിടെ ചില പെർട്ടിക്കുലർ ചെടികളുടെ കേസിൽ ഡിസീസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള പാരൻസിനെ ലഭ്യമല്ല എന്നതാണ് കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ലിമിറ്റേഷൻ. അങ്ങനെ ലഭ്യമാണെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. ജേം പ്ലാസത്തിൽ അത്തരത്തിലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല. ഒരേ സ്പീഷീസിലെ വെറൈറ്റീസിൽ അങ്ങനെ ഉണ്ടാകാറില്ല. ഒരേ സ്പീഷീസിലെ വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിച്ചില്ല എങ്കിൽ
മറ്റു വൈൽഡ് വെറൈറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സ്പീഷീസുകളിൽ നിന്ന് അവയുടെ തന്നെ വൈൽഡ് സ്പീഷീസിൽ നിന്ന് വേണമെങ്കിലും ജീനിനെ ട്രാൻസ്ഫർ ചെയ്ത് ഈ മെത്തേഡിലൂടെ പുതിയ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരേ സ്പീഷീസിൽ വ്യത്യസ്ത വെറൈറ്റീസിൽ ഇത്തരം ജീനുകൾ അവൈലബിൾ അല്ലാത്ത ചില കേസ് ഉണ്ടെങ്കിൽ അവയിൽ നമുക്ക് അവയുടെ വൈൽഡ് സ്പീഷീസിനെ ആശ്രയിക്കാം. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സസ്യമാണ് പർബാനി ക്രാന്തി. പർബാനി ക്രാന്തി അബെൽമോസ്കസ് എസ്കുലൻഡസ്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരുന്ന പേര് ലേഡീസ് ഫിംഗർ എന്നായിരിക്കും അല്ലേ. ഒക്ര, ബിന്ദി എന്നൊക്കെ അറിയപ്പെടുന്നത് ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെണ്ടയ്ക്ക. യെല്ലോ മൊസൈക്ക് വൈറസ് എന്ന ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ജീനിനെ അതിൻ്റെ വൈൽഡ് സ്പീഷീസിൽ നിന്ന് ഹൈബ്രിഡൈസേഷൻ സെലക്ഷൻ മെത്തേഡിലൂടെ ജീനിനെ ട്രാൻസ്ഫർ ചെയ്ത് ഉൽപ്പാദിപ്പിച്ചെടുത്ത ഇനമാണ് അബെൽമോസ്കസ് എസ്കുലൻഡസിൻ്റെ പർബാനി ക്രാന്തി എന്ന ഇനം. So we have noted that the limitation with the conventional breeding was that the non-availability of disease-resistant genes in the germplasm collection. Then we can go to mutation breeding. Mutation എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. So what is mutation? So mutation is the process by which genetic variations are created through changes in the base sequence within genes, resulting in the creation of a new character or trait not found in the parental type. അതായത് പാരൻസിൽ ഇല്ലാത്തതും എന്നാൽ ഓഫ് സ്പ്രിങ്ങിൽ ഉണ്ടാകുന്നതും, പാരൻസിൽ ഇല്ലാതെ തന്നെ അവരുടെ പഴയ ആൻസിസ്റ്റേഴ്സിൽ ഇല്ലാതിരിക്കുന്ന ഒരു ക്യാരക്ടർ അവരുടെ ബേസ് സീക്വൻസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വഴി ഉണ്ടാകുകയും അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യാൻ കഴിയുമെങ്കിൽ അത്തരം ചേഞ്ചസിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻസ് എന്ന് പറയുക. ഇവിടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നത് വഴി മ്യൂട്ടേഷൻസ്, അത്തരത്തിൽ അങ്ങനെ മാറ്റം വരുത്തുന്നത് വഴിയാണ് മ്യൂട്ടേഷൻസ് നമ്മൾ സാധ്യമാക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജേംപ്ലാസം കളക്ഷനിൽ ഡിസീസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു ജീൻ ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് മ്യൂട്ടേഷൻസ് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സീഡുകളെ മ്യൂട്ടേഷൻസിന് വിധേയമാക്കി കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊഡ്യൂസ് സീഡ്സ് വിച്ച് ആർ റെസിസ്റ്റീവ് ടു സർട്ടൻ ഡിസീസസ്. എങ്ങനെയാണ് മ്യൂട്ടേഷൻസ് ഇൻഡ്യൂസ് ചെയ്യുക? ഹൗ ക്യാൻ വി ഇൻഡ്യൂസ് മ്യൂട്ടേഷൻസ് ആർട്ടിഫിഷ്യലി? ആർട്ടിഫിഷ്യലി മ്യൂട്ടേഷൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് പ്രധാനമായിട്ട് നമ്മൾ രണ്ട് രീതിയാണ് ആശ്രയിക്കുക. വി ക്യാൻ ഇൻഡ്യൂസ് കെമിക്കൽ മ്യൂട്ടേഷൻസ് ഓർ ഫിസിക്കൽ മ്യൂട്ടേഷൻസ്. ആൻഡ് ദ മെത്തേഡ് വി യൂസ് ഇൻ കെമിക്കൽ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ മ്യൂട്ടേഷൻസ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ EMS, ദറ്റ് ഇസ് ഈത്തൈൽ മീത്തൈൽ സൾഫണേറ്റ് അല്ലെങ്കിൽ കോൾച്ചിസീൻ മുതലായ കെമിക്കൽസ് സീഡിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ വിത്തിൽ അത്തരം കെമിക്കൽസ് കൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഇൻഡ്യൂസ് കെമിക്കൽ മ്യൂട്ടേഷൻസ്. ആൻഡ് ഫിസിക്കൽ മ്യൂട്ടേഷൻസ് ആർ ബൈ ട്രീറ്റിംഗ് ദം വിത്ത് ഗാമ റേസ് ഓർ എക്സ്റേസ്. ഇത്തരത്തിൽ റേഡിയേഷൻസ് നൽകുന്നത് വഴി വി ക്യാൻ ഇൻഡ്യൂസ് മ്യൂട്ടേഷൻ. അത്തരം ചെടികൾ നമ്മൾ ഡിസൈറബിൾ ക്യാരക്ടർ എന്ന് നമ്മളിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിസീസ് റെസിസ്റ്റീവ് ആകുകയും ചെയ്യുമ്പോൾ അവയെ ബ്രീഡ് ചെയ്ത് പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഉണ്ടാക്കുന്നതാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. ഇത്തരത്തിൽ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു സസ്യത്തെ നമുക്ക് ചിത്രത്തിൽ കാണാം. മങ് ബീൻ, നിങ്ങൾ ഗ്രീൻ ഗ്രാം എന്നറിയപ്പെടുന്ന മങ് ബീനിനെ പ്രധാനമായിട്ടും മങ് ബീനിനെ അഫക്റ്റ് ചെയ്തിരുന്ന രണ്ട് ഡിസീസുകളാണ്. ഒന്ന് പൗഡറി മിൽഡ്യൂ, യെല്ലോ മൊസൈക്ക് വൈറസ്. ഇങ്ങനെ രണ്ട് ഡിസീസുകൾ അഫക്റ്റ് ചെയ്തിരുന്ന മങ് ബീനിന് റെസിസ്റ്റീവ് ആയിട്ടുള്ള ചെടികളെ ഈ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൺവെൻഷണൽ മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ബ്രീഡിംഗ് വഴിയോ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് പുതിയ ഇനം സസ്യങ്ങളെ, ഡിസീസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള പുതിയ ഇനം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വഴി വലിയ മാറ്റം അഗ്രികൾച്ചർ മേഖലയിൽ നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കൺവെൻഷണൽ മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷൻ എപ്പോഴും നമ്മൾ പറയാറുള്ളത് നോൺ അവൈലബിലിറ്റി ഓഫ് ജേംപ്ലാസം എന്നുള്ളതാണ്. ജേംപ്ലാസത്തിൽ നമുക്ക് ആവശ്യമായ പ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളെ ലഭ്യമല്ല എന്നുള്ളതാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന ഇനങ്ങളിൽ ലഭ്യമല്ലാത്ത പല റെസിസ്റ്റീവ് ജീനുകളെയും അവയുടെ വൈൽഡ് റിലേറ്റീവ്സിൽ ലഭ്യമാണ്. നമ്മൾ അതിലൊക്കെ തന്നെ ചിലപ്പോൾ ഈൽഡ് കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ അവയെ കൾട്ടിവേറ്റ് ചെയ്യാതിരിക്കുന്നത്. പക്ഷെ അവയിലൊക്കെ തന്നെ
ഡിസീസ് റെസിസ്റ്റീവ് ആയിട്ടുള്ള ജീനുകളോ അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റീവ് ആയിട്ടുള്ള ജീനുകളോ ഒക്കെ ലഭ്യമാകും. ഇത്തരം സസ്യങ്ങളെയും നമ്മൾ പ്ലാസം കളക്ഷനിൽ പലപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട്. പുതിയ ഇനം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പലപ്പോഴും അത്തരം വൈൽഡ് റിലേറ്റീവ്സിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത്തരത്തിൽ അഗ്രികൾച്ചർ മേഖലയിൽ പ്ലാൻ ബ്രീഡിങ്ങിനുണ്ടായ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത്തരം ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ് എന്ന് നിങ്ങൾക്കിതോടെ മനസ്സിലായിട്ടുണ്ടാവാം. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പ്രവർത്തനം തരികയാണ്. Given below are certain fungal, bacterial and viral diseases in plants. Find the name of the causative organism of the disease and try to know the mode of transmission. First one is brown rust of wheat, red rot of sugarcane, late blight of potato, black rot of crucifers, tobacco mosaic and turnip mosaic. ഈ ഡിസീസുകളുടെ കോസിറ്റീവ് ഓർഗനിസം ഏതാണ്, അവ എങ്ങനെയാണ് ചെടികളിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അത്തരത്തിലൊരു അസുഖം വന്നാൽ എന്തൊക്കെ പ്രതിരോധങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അവ നിങ്ങളുടെ അസൈൻമെൻറ്റ് ബുക്കിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.